പുരുഷന്മാർ പിന്നിലൂടെ കയറും, സ്ത്രീകൾ മുന്നിലൂടെ കയറും. എന്താണ്? നമ്മൾ കൂടെ കൂടെ പോകുന്ന ഒരു സാധനമാണ്. ഒരു റോസാപ്പൂ വിരിയാൻ എത്ര സമയം വേണം? റോസാപ്പൂ വിരിയില്ലല്ലോ, മുട്ടല്ലേ വിരിയും. യെസ്, കറക്റ്റ്. ബുദ്ധിമതി. VMTV ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോട് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? പേരെന്താ? എൻ്റെ പേര് നസീഫ. എവിടെ നിന്ന് സ്ഥലം? ഓക്കെ. എൻ്റെ പേര് ജൂന. ഓക്കെ. നിഷാദ്. ഓക്കെ. കസിൻസ് ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ ചോദിക്കാം. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് ആൻസർ നിങ്ങൾ പറയുന്നു. ഒരുപാട് ക്ലൂസ് ഒക്കെ തരും. 20 സെക്കൻഡിനുള്ളിൽ ഒരു ആൻസർ പറയാൻ ശ്രമിക്കുക. കൂടുതൽ ആരാണോ പറയുന്നവരാണ് വിജയം. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം. പുരുഷന്മാർ പിന്നിലൂടെ കയറും, സ്ത്രീകൾ മുന്നിലൂടെ കയറും. എന്താണ്? നമ്മൾ കൂടെ കൂടെ പോകുന്ന ഒരു സാധനമാണ്. ബസ്. യെസ്, കറക്റ്റ് ആൻസറാണ്. അതാണ് ആൻസർ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഒരു റോസാപ്പൂ വിരിയാൻ എത്ര സമയം വേണം? റോസാപ്പൂ വിരിയില്ലല്ലോ, മുട്ടല്ലേ വിരിയും. യെസ്, കറക്റ്റ്. ബുദ്ധിമതി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വയസ്സായ അമ്മായിയമ്മ മരുമകളോട് ചോദിച്ചു, ഇപ്പം മാങ്ങയൊന്നും കാണാനില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ മരുമകൾ പറഞ്ഞു, അതിനിപ്പോൾ കടൽ മകൻ അല്ലേ എന്ന് പറഞ്ഞു. അതിനിപ്പോൾ കടൽ മകൻ അല്ലേ എന്ന് പറഞ്ഞു. എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്? വയസ്സായ അമ്മായിയമ്മ മരുമകളോട് ചോദിച്ചു, ഇപ്പം മാങ്ങയൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മരുമകൾ പറഞ്ഞു, അതിനിപ്പോൾ അമ്മ കടൽ മകനല്ലേ, പിന്നെ എങ്ങനെ കാണും എന്ന് ചോദിച്ചു. കടൽ മകനിനെ ഒന്ന് ഇംഗ്ലീഷിലോട്ടൊക്കെ ആക്കി നോക്കിയാൽ കറക്റ്റ് ആൻസർ കിട്ടും. കടൽ മകൻ. സീസൺ അല്ലല്ലോ. യെസ്, കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കെട്ടിച്ചു വിട്ട പെണ്ണ്, കടൽ കടന്ന പ്രവാസി, ബസ്സിൽ കയറിയ യാത്രക്കാരോട് 3 പേരോട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ല, ബസ്സിൽ കയറിയ പിടിച്ചു നിൽക്കണം. യെസ്. അപ്പോൾ 2 പേരും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. രാവിലെ വെള്ളം ഇല്ലായിരുന്നു കുളിക്കാൻ, ഉപ്പും പായസവും ഉണ്ടായിരുന്നു, പക്ഷെ കുളിച്ചു. എങ്ങനെ? കൊളാക്കി എന്നിട്ട് കുളിച്ചു. ഓക്കെ, കറക്റ്റ് ആൻസർ. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റിൽ അവിടെ ആൻസർ അറിയായിരുന്നു അല്ലേ ഇതിൻ്റെ? കണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ആമയും മുയലും തമ്മിലുള്ള ഓട്ട മത്സരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. അതിൽ ആരാ ജയിച്ചേ? ആമയാണ് ജയിച്ചത്. പക്ഷെ രണ്ടാമത് ആമയും മുയലും തമ്മിൽ ഓട്ട മത്സരം വെച്ചു. എന്നാൽ ഇത്തവണ മുയൽ ജയിച്ചു. എന്തുകൊണ്ട്? ആമ വിചാരിച്ചു പയ്യെ വരുവോളം വഴിയിലിരുന്ന് ഉറങ്ങി. അതല്ല. സാധാരണ ആമയും മുയലും കൂടി മത്സരം വെച്ചപ്പോഴത്തേക്ക് ആമയാണ് ജയിച്ചത്. കാര്യം മുയൽ ഉറങ്ങിപ്പോയത് കൊണ്ട്. ഓക്കെ. പക്ഷെ ഇപ്രാവശ്യം ആമയും മുയലും മത്സരം വെച്ചപ്പോഴത്തേക്ക് മുയൽ ജയിച്ചു. കാരണം ഞാൻ മുയൽ ഉറങ്ങിയില്ല. യെസ്, കറക്റ്റ് ആൻസർ. അതുകൊണ്ട് ജയിച്ചു. അപ്പോൾ 3 പേര് തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇല്ല, 7ാമത്തെ ക്വസ്റ്റ്യൻ ആയതേ ഉള്ളൂ. മിക്കവാറും എല്ലാ ദിവസവും ഞാൻ പറക്കാറുണ്ട്. ഓക്കെ, പക്ഷെ എങ്ങോട്ടും പോകുന്നില്ല. ആരാണ് ഞാൻ? ഫാൻ. യെസ്, കറക്റ്റ് ആൻസർ. അടിപൊളി ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കണക്കിലെ 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? കണക്ക് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് സംഭവങ്ങളിൽ നമ്മുടെ ശരീരഭാഗവും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓരോന്നൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ശരീരഭാഗം, കണ്ണ്, മൂക്ക്, അങ്ങനെയൊക്കെ ഉള്ളേ, അതൊക്കെ ഒന്ന് ആലോചിച്ച് പറഞ്ഞൊന്ന് നോക്കിയാൽ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി ആൻസർ. കണക്കിലെ പഠിക്കാനുള്ള ഒരു സംഭവം അതിനകത്തുണ്ട്. 2 എണ്ണം ഉണ്ട്. കണക്കിലെ 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്? കണക്കിൽ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. അതുമായിട്ട് ബന്ധപ്പെട്ട്, കണക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 ശരീരഭാഗങ്ങൾ നമുക്കുണ്ട്. കൈ, അങ്ങനെയൊക്കെയുള്ള ആലോചിച്ച് നോക്കാം, പറയാം. കൈ ഒന്നുമില്ല. അല്ല, ടൈം ഔട്ടായി. അര, നമ്മുടെ അര ഉണ്ട്. നമ്മുടെ കാലുണ്ട്, കാല്.
ഓക്കെ, ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന ആരാ? ഇവിടെ 3 ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. പ്രവർത്തന സമയത്ത് അടച്ചിരുന്ന ഒരു സ്ഥാപനം ഉണ്ട്, എന്നറിയോ? പ്രവർത്തന സമയത്ത് അടച്ചിടുന്ന സ്ഥാപനം. നമ്മളൊക്കെ മിക്ക ദിവസങ്ങളിലും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മുടെ ഫാമിലീസിനെ കൊണ്ട് പോകാറുണ്ട്. ഭയങ്കര യെസ്, തിയേറ്റർ. 4 ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കാല് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടെ കാണുന്നത് ആരാണ്? കാല് പിടിച്ചാൽ പിന്നെ നമ്മളെ കൂടെ ഒന്നും മാറത്തില്ല, നമ്മളെ കൂടെ തന്നെ കാണും. ചെരുപ്പല്ല, നമ്മളതിൻ്റെ കാലിങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് കൂടാ. യെസ്. അവസാനം ഉണർന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു. ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്തായിരുന്നു പേര്? നസീഹ. യെസ്. അപ്പോൾ ഇന്നത്തെ എൻജോയ്ഡ് പ്രോഗ്രാമിൻ്റെ വിജയ് നസീഹയാണ്. നസീഹയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബാലരാമപുരം കൈത്തറിയും സ്പോൺസർ ചെയ്യുന്ന ചെറിയൊരു സ്നേഹോപകാരം നൽകി. അപ്പോൾ മോളാണ് ഏറ്റുവാങ്ങുന്നത്. സമ്മാനം വാങ്ങിക്കോളൂ. ക്ലാപ്പ് ചെയ്യുന്നില്ല ആരും? സന്തോഷമില്ല. ഇന്നത്തെ എൻജോയ്ഡ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.